Hello guys, welcome back my YouTube channel. So I hope you all doing great. ഇപ്പം ഞാൻ ഓൺ വോയിസിൽ ആദ്യമായിട്ടാണ് മിനി വ്ളോഗ്സൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഓൺ വോയിസിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നിസാർ ഖാൻ്റെ ഹൗസ് വാമിങ്ങിന് പോയ വ്ളോഗും പിന്നെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്ത വ്ളോഗാണ് നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിസാർ ഖാൻ്റെ വീട്ടിൽ പോയി അടിപൊളിയായിരുന്നു. അവിടെ കുറേ റാഷിദ് ഫാൻസിനൊക്കെ കണ്ടു, ചെറിയ പിള്ളേരെ. റാഷിനോട് ഭയങ്കര സ്നേഹം, പിന്നെ കുറേ ഫോട്ടോ എടുത്തു, പിന്നെ എന്താ പറയുക കുറേ സംസാരിച്ചു, അങ്ങനെ കുറേ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊന്ന് മാറ്റാം, സഹറ ഫാത്തിമ എന്ന് അടിക്കുമ്പോൾ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാത്തൂസ് വ്ളോഗ് എന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പേരൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡിഫറൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഡിഫറൻസ് വരുത്താം. അതിനുശേഷം നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തു. പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നെസ്റ്റോയിൽ തന്നെ പോയി. നെസ്റ്റോയിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ബോബാട്ടി വേണമെന്നുണ്ടായിരുന്നു, പിന്നെ പൊട്ടാറ്റോ ചിപ്സ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. റിസ്നാക്ക് പൊട്ടാറ്റോ വേണമെന്ന് പറഞ്ഞ് അത് മേടിച്ചു. അപ്പോൾ ആ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത്. മേക്കിങ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്ത് ഇട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ ബോബാട്ടി ആയി. അപ്പോൾ ബോബാട്ടി റാശി എനിക്ക് വാങ്ങിത്തന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങളതൊക്കെ വാങ്ങിയ ശേഷം വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങണം. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് പോകാമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ടോപ്പുകൾ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ യൂസ് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് യൂസ് കയറി. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര വലിയ ഒപ്പീനിയനൊന്നും തോന്നിയില്ല. കാരണം മെറ്റീരിയലൊന്നും അത്ര വലിയ ക്വാളിറ്റി ഉണ്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കയറി ടോപ്പൊക്കെ നോക്കി, പക്ഷെ ഒന്നും അങ്ങനെ ഇഷ്ടമാകാത്തതുകൊണ്ട് എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഈ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, സ്കിൻ കെയറും മേക്കപ്പിൻ്റെ ഒക്കെ. അപ്പോൾ അത് വാങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ റസ്നാക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാനിപ്പൂരി മേടിച്ചു. പാനിപ്പൂരി ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം. അപ്പോഴേക്കും ആയി. അതിനുശേഷം ഞങ്ങൾ മേടിച്ച് പോകുമ്പോൾ കഴിക്കുകയായിരുന്നു. കഴിക്കുന്ന സമയത്ത് 2 കുട്ടികൾ വന്ന് റാഷിയുടെ ഫാൻസാണ്. എന്നിട്ട് കുറേ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ ഡ്രസ്സെടുക്കാൻ ഷോപ്പിൽ പോയപ്പോഴും അവിടെയും വേറെ പേര് കണ്ട് സംസാരിച്ചു. പിന്നെ അതിനുശേഷം റാഷിയും അമ്മച്ചിയും കൂടിയിട്ട് ഗ്രോസറി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി പോയി പെരുന്നാൾക്കുള്ളത്. കഴിഞ്ഞ് ബില്ലടിക്കാൻ നിൽക്കണം. നല്ല തിരക്കും, എന്ത് ലൈനായിട്ടാണ്, നല്ല തിരക്കും. സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് വണ്ടിയിൽ എല്ലാം കയറ്റി. റാഷിയും പച്ചയും റിസും കൂടിയിട്ടാണ് എല്ലാം കയറ്റി വെച്ചത് സാധനങ്ങളെല്ലാം. അതിനുശേഷം നമ്മൾ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി. എത്രയുള്ളൂ അപ്പോൾ നമ്മുടെ വ്ളോഗ്. പിന്നെ നമ്മുടെ വ്ളോഗിൽ പെരുന്നാളിൻ്റെ വ്ളോഗൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ക്ലിപ്സ് എടുക്കാൻ പറ്റിയുള്ളൂ, ആകെ തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.